സദറുദ്ദീൻ കീഴ്ശ്ശേരി ഈ വാർത്തയോട് പ്രതികരിച്ചത് ന്യൂസ് മിഡിൽ ഈസ്റ്റിലായിരുന്നു. കുവൈത്തിൽ അനധികൃത താമസക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. എമിഗ്രേഷൻ വിഭാഗം പുറത്തുവിട്ട സ്ഥിതിവിവര കണക്കിലാണ് 4 വർഷത്തിനിടെ ഇക്കാമലംഘകരുടെ എണ്ണത്തിൽ 4 ഇരട്ടി വർധനയുണ്ടായതായി പറയുന്നത്. നിയമലംഘകരിൽ കൂടുതലും ഏഷ്യക്കാരാണെന്നും റിപ്പോർട്ടിലുണ്ട്. ആഭ്യന്തര മന്ത്രാലയം പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമ്പോഴും രാജ്യത്തെ താമസലംഘകരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2010-ൽ 3549 അനധികൃത താമസക്കാരുടെ എണ്ണം 2013 അവസാനിക്കാറായപ്പോൾ 16,288 വർദ്ധിച്ചത്. സ്വദേശി വീടുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഖാദിം വിസക്കാരാണ് ഇഖാമ നിയമം ലംഘിച്ചവരിൽ കൂടുതൽ. നിയമലംഘകരുടെ മൊത്തമെണ്ണത്തിന്റെ 57% വരും ഇത്. 2010 മുതൽ 2013 വരെയുള്ള കാലയളവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഖാദിം വിസയിലെത്തിയവരിൽ 20,126 പേർ വീട് വിട്ട് ഒളിച്ചോടിയും മറ്റും അനധികൃത താമസക്കാരായിട്ടുണ്ട്. സന്ദർശക വിസയിലെത്തി അനധികൃത താമസക്കാരായി മാറിയവരുടെ എണ്ണം 4,661. 2029 പേർ ആശ്രിത വിസയിലെത്തി അനധികൃത താമസക്കാരായിട്ടുണ്ട്. സർക്കാർ മേഖലയിൽ ജോലിക്കെത്തിയ 288 പേരും ഇഖാമ നിയമലംഘകരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് 4 വർഷത്തിനിടെ താമസ നിയമം ലംഘിച്ചവരിൽ ഒന്നാം സ്ഥാനത്ത്. മൊത്തം ഇഖാമ ലംഘകരിൽ 70% വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 24,704 പേരാണ് അനധികൃത താമസക്കാരായി കുവൈത്തിൽ കഴിയുന്നത്. ഇതിനിടെ 2010 മുതൽ 2013 വരെയുള്ള 4 വർഷത്തിനിടയിൽ വിവിധ രാജ്യക്കാരായ 3,945,045 പേർക്ക് കുവൈത്തിൽ ഇഖാമ അനുവദിച്ചു നൽകിയതായും സ്ഥിതിവിവരക്കണക്കിൽ പറയുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിലെ റയ്യാൻ മുനിസിപ്പാലിറ്റി പരിധിയിൽ ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. അനധികൃത കെട്ടിട നിർമ്മാണം, വാഹനങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കൽ, ശുചീകരണമില്ലായ്മ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ട്രാഫിക് വിഭാഗവും മുനിസിപ്പാലിറ്റി അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് വ്യാപക പരിശോധന നടത്താൻ തീരുമാനമായത്. IS-ൽ ചേർന്നതിന് സൗദി പൗരന് 8 വർഷം തടവ് ശിക്ഷ. റിയാദ് ക്രിമിനൽ കോടതിയുടെ വിധിക്ക് 30 ദിവസത്തിനകം അപ്പീൽ സമർപ്പിക്കാൻ പ്രതിക്ക് അവകാശമുണ്ട്. രാജ്യം വിട്ടുപോകുന്നതിന് പ്രതിക്ക് വിലക്കുണ്ട്. കഴിഞ്ഞ 4 വർഷത്തോളമായി സിറിയയിൽ നടന്നുവരുന്ന പോരാട്ടത്തിൽ 1500ഓളം സൗദി പൗരന്മാർ പങ്കെടുത്തതായി ആഭ്യന്തര മന്ത്രാലയത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രാലയത്തിലെ സുരക്ഷാ വിഭാഗം വക്താവ് മേജർ ജനറൽ മൻസൂർ അത്തുർക്കി വ്യക്തമാക്കി. ഇതിൽ പലരും പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവശേഷിക്കുന്നവരുടെ വിവരങ്ങളും മന്ത്രാലയത്തിന്റെ രേഖയിലുണ്ട്. തീവ്രവാദ ചിന്തകളിൽ ആകൃഷ്ടരായാണ് പലരും പോരാട്ടത്തിന് വിദേശത്തേക്ക് പോകുന്നത്. ഇത്തരം ആശയങ്ങളിൽ നിന്ന് യുവാക്കളെ പിന്തിരിപ്പിക്കാനും ഇസ്ലാമിന്റെ തെളിഞ്ഞ പ്രകൃതത്തിൽ ഉറപ്പിച്ചു നിർത്താനുമാണ് സൗദി അധികൃതർ ശ്രമിക്കുന്നതെന്നും മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു. 40 വർഷത്തിന് ശേഷം ബാപ്പുട്ടി നാട്ടിലേക്ക് മടങ്ങുകയാണ്. സ്വന്തക്കാരെ തിരിച്ചറിയാനാകാതിരുന്നതിനാൽ നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന ബാപ്പുട്ടി ദുബൈയിൽ നിന്ന് ബുധനാഴ്ച നാട്ടിലേക്ക് മടങ്ങും. ബന്ധുക്കളെ കാണാൻ കഴിയാത്ത ബാപ്പുട്ടിയുടെ ദുഃഖം മീഡിയ 1-ലൂടെ പുറം ലോകം അറിഞ്ഞതോടെയാണ് ഉറ്റവരെ കണ്ടെത്താനായത്. 2 വർഷത്തിലൊരിക്കൽ നാട്ടിലേക്ക് പെട്ടികെട്ടുന്ന പ്രവാസികൾക്കിടയിൽ അണ്ടത്തോട് ബാപ്പുട്ടി വ്യത്യസ്തനാവുകയാണ്. 40 വർഷങ്ങൾക്കിപ്പുറമാണ് ബാപ്പുട്ടി അവശേഷിച്ച ഉറ്റവരെ തേടി നാട്ടിലേക്ക് മടങ്ങുന്നത്. ഒരു പുരുഷായുസിനെ മുഴുവൻ കവർന്നെടുത്ത പ്രവാസത്തിൽ നിന്നുള്ള മോചനം. അറബി വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്ന ഇദ്ദേഹം അസുഖത്തെ തുടർന്ന് 2 മാസമായി ആശുപത്രിയിലായിരുന്നു. 26 വർഷമായി ഇദ്ദേഹത്തെ അറിയുന്ന തിരൂർ സ്വദേശി ഖാലിദായിരുന്നു ബാപ്പുട്ടിക്ക് ഇതുവരെ എല്ലാം. ഇതിനിടയിൽ നാട്ടിലെത്തിക്കാൻ പലകുറി ശ്രമിച്ച ഖാലിദ് അവസാന ശ്രമമെന്ന നിലക്കായിരുന്നു ബാപ്പുട്ടിയുടെ കഥനകഥ മീഡിയ 1-നോട് പങ്കുവച്ചത്. അവിടെ ബാപ്പുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കുകയായിരുന്നു. ഒടുവിൽ ഉറ്റവരെ തിരിച്ചറിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്വീകരിക്കാൻ ഉമ്മയുണ്ടാവില്ല എന്ന ദുഃഖമാണ് ബാപ്പുട്ടിക്കുള്ളത്. കാണാൻ പറ്റിയില്ല, അതാണ് വേറെ പ്രശ്നം എനിക്ക്. എങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി ബുധനാഴ്ച സ്വന്തം നാടായ ചാവക്കാട്ടെ അണ്ടത്തോടേക്ക് മടങ്ങുകയാണെന്ന് പറയുമ്പോൾ ബാപ്പുട്ടിയുടെ മുഖത്ത് സന്തോഷം നിറയുന്നു. ഒടുവിൽ ബാപ്പുട്ടിക്ക സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെയും നാട്ടുകാരുടെയും സന്തോഷത്തിൽ മീഡിയ 1 കുടുംബവും പങ്കുചേരുന്നു. ദുബൈയിൽ നിന്നും ക്യാമറ പേഴ്സൺ MC യൂസുഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1. ഖത്തറിൽ വിവിധ ഭാഗങ്ങളിലായി നടന്ന വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കുണ്ട്. 4 ഇടങ്ങളിലായി നടന്ന വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ ഫലസ്തീൻ, പാകിസ്ഥാൻ സ്വദേശികളാണ് മരിച്ചത്. സൽവാർ റോഡിൽ ലാൻഡ് ക്രൂയിസർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് റോഡരികിലുണ്ടായിരുന്ന തൊഴിലാളികളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. UAE-യുടെ ഏകീകരണത്തിനും വികസനത്തിനും വേണ്ടി പ്രയത്നിച്ച രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ പിൻഗാമിയായി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ചുമതലയേറ്റിട്ട് ഇന്ന് 10 വർഷം തികയുന്നു. രാജ്യത്തിനകത്തും പുറത്തും നിന്ന് ഷെയ്ഖ് ഖലീഫയ്ക്ക് അഭിനന്ദന സന്ദേശങ്ങൾ പ്രവഹിച്ചു. ഷെയ്ഖ് സായിദിന്റെ വേർപാടിനെ തുടർന്ന് രാജ്യത്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ ഷെയ്ഖ് ഖലീഫയ്ക്ക് ചുവടെ വികസനത്തിന്റെ പതിറ്റാണ്ടുകളാണ് കടന്നുപോയത്. വികസനം, വിദ്യാഭ്യാസം, സുതാര്യവർണം, സ്ത്രീ സ്വാതന്ത്ര്യം, ജീവകാരുണ്യം തുടങ്ങി എല്ലാ മേഖലകളിലും UAE കുതിപ്പിന്റെ വർഷങ്ങളായിരുന്നു പിന്നിട്ടത്.
അന്താരാഷ്ട്ര സമൂഹം ആദരവോടെ നോക്കിക്കാണുന്ന രാജ്യമായി UAE വളർത്തുന്നതിൽ ഷെയ്ഖ് ഖലീഫയുടെ ബുദ്ധിപരവും ദൈക്ഷണികവുമായ നേതൃത്വം വലിയ പങ്കാണ് വഹിച്ചത്. ഷെയ്ഖ് സായിദിനെ പോലെയുള്ള ഭരണാധികാരിയുടെ വേർപാട് സൃഷ്ടിച്ച അവസ്ഥയിൽ പിന്തുടർച്ചക്കാരനായി എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം പരിചയസമ്പത്തിന്റെയും പ്രാപ്തിയുടെയും അടിസ്ഥാനത്തിൽ മറികടക്കാൻ ഷെയ്ഖ് ഖലീഫയ്ക്ക് വളരെ എളുപ്പം സാധിച്ചു. 10ാം വാർഷികം മുൻനിർത്തി ഗൾഫ് അറബ് ഭരണാധികാരികൾ ഷെയ്ഖ് ഖലീഫയ്ക്ക് ഭാവുകങ്ങൾ നേർന്നു. മീഡിയ 1 അബുദാബി. ചൈനയുമായുള്ള ഖത്തറിന്റെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനാർത്ഥം ബീജിംഗിലെത്തിയ അദ്ദേഹത്തെ ചൈനീസ് വിദേശകാര്യ സഹമന്ത്രിയാണ് സ്വീകരിച്ചത്. ചൈനീസ് ജനതയ്ക്കും ഭരണകൂടത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി തന്റെ ചൈനീസ് സന്ദർശനത്തിന് തുടക്കം കുറിച്ചത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്, ചൈനീസ് പ്രധാനമന്ത്രി, മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബീജിംഗ് വിമാനത്താവളത്തിലിറങ്ങിയ അദ്ദേഹത്തെ ചൈനീസ് വിദേശകാര്യ സഹമന്ത്രിയും ഉയർന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് സ്വീകരിച്ചത്. ചൈനയിലെ ഖത്തർ അംബാസഡർ സുൽത്താൻ ബിൻ സൽമാൻ അൽ മൻസൂരിയും മറ്റ് അറബ് രാജ്യങ്ങളുടെ അംബാസഡർമാരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങുമൊത്ത് സൈനിക പരേഡും ഗാർഡ് ഓഫ് ഓണറും പരിശോധിച്ച അമീറിന് രാജകീയ സ്വീകരണമാണ് ചൈനീസ് ഭരണകൂടം നൽകിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നല്ല ബന്ധം ഉറപ്പുവരുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. 2 ദിവസത്തെ ചൈനീസ് സന്ദർശനം കഴിഞ്ഞാൽ ദക്ഷിണ കൊറിയയിലേക്ക് പുറപ്പെടുന്ന ഖത്തർ അമീറിനെ ഖത്തറിലെ ഉന്നതതല സംഘം അനുഗമിക്കുന്നുണ്ട്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. UAE ദേശീയ പതാക ദിനം വർണ്ണാഭമായ ചടങ്ങുകളോടെ രാജ്യത്തുടനീളം ആഘോഷിച്ചു. എമിറേറ്റ്സുകളിലെ എല്ലാ വീടുകളിലും അങ്കണങ്ങളിലും ദേശീയ പതാക ഉയർത്തിയാണ് UAE ജനത പതാകയെ ആദരിച്ചത്. വാനോളം ഉയരെ പറത്തുക, അഭിമാനപൂർവ്വം ദേശീയ പതാക എന്നതായിരുന്നു പതാക ദിനത്തിലെ മുദ്രാവാക്യം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം പോയ വർഷം മുതലാണ് രാജ്യം നവംബർ 3 ദേശീയ പതാക ദിനം ആഘോഷിക്കാൻ ആരംഭിച്ചത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ പ്രസിഡന്റ് പദത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്ന ദിനവും ഇന്നായതിനാൽ ഇത്തവണ പതാക ദിനാഘോഷങ്ങൾക്ക് നിറപ്പകിട്ട് ഏറെയായിരുന്നു. സ്വദേശി വീടുകൾക്ക് പുറമെ എല്ലാ എമിറേറ്റുകളിലെയും സർക്കാർ വകുപ്പ് അങ്കണങ്ങളിലും പതാക ദിനം ആചരിച്ചു. രാജ്യം വ്യത്യസ്ത എമിറേറ്റുകളായി വിഭജിക്കപ്പെടുകയല്ല, ഐക്യപ്പെടുകയാണ് എന്ന സന്ദേശം വ്യക്തമാക്കുന്നതായി ദുബൈ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിലെ പതാക ദിനാഘോഷം. UAEയുടെ ദേശീയ ഗാനാലാപനത്തോടെ തുടങ്ങിയ പരിപാടിയിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് തലവൻ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് റാഷിദ് അൽ മർറി ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സദസ്സിന് രാജ്യത്തിന്റെ പ്രതിജ്ഞ അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. UAE ജനതയുടെ അഭിമാനവും ഐക്യവുമാണ് പതാക ദിനം അടയാളപ്പെടുത്തുന്നതെന്ന് മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് റാഷിദ് അൽ മർറി പറഞ്ഞു. ദുബൈ എമിഗ്രേഷന്റെ വിവിധ വകുപ്പ് മേധാവികളും ജീവനക്കാരും ആഘോഷ ദിനത്തിൽ പങ്കാളികളായി. ഒട്ടേറെ വിദേശികളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ സ്കൂൾ അവതരിപ്പിച്ച ബാൻഡ് വാദ്യവും പതാകയുടെ നിറങ്ങളിലുള്ള വസ്ത്രമണിഞ്ഞെത്തിയ മുഹമ്മദ് ബിൻ റാഷിദ് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. മീഡിയ 1, ദുബൈ. അബുദാബിയിൽ സ്കൂൾ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിന് പരിശോധനകൾ ആരംഭിച്ചു. സ്കൂളുകളിൽ ഇടവേളകളിൽ എത്തി പരിശോധന നടത്താൻ സ്കൂൾ ഗതാഗത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനം കൈക്കൊണ്ടത്. മലയാളി ബാലിക ബസ്സിൽ മരിക്കാനിടയായ സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും സുരക്ഷിതമാക്കാൻ കടുത്ത നടപടികളാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത്. ബസ്സുകളിലെ സുരക്ഷാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫീൽഡ് സന്ദർശനങ്ങളിലൂടെ പരിശോധിക്കുന്നതിനുള്ള നടപടിക്കാണ് തുടക്കം കുറിച്ചത്. കുട്ടികളുടെ സുരക്ഷയും സൗകര്യവും നിലനിർത്തുന്നതിനോടൊപ്പം സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പരിശോധനയ്ക്ക് തിങ്കളാഴ്ചയാണ് തുടക്കം കുറിച്ചത്. വിദ്യാലയ ഗതാഗത എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം അനുസരിച്ചാണ് കുട്ടികളുടെ ഗതാഗത സംവിധാനങ്ങൾ സംബന്ധിച്ച കർശന പരിശോധന നടത്തുന്നത്. കുട്ടികളുടെ ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അബുദാബി വിദ്യാഭ്യാസ കൗൺസിൽ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് ഡയറക്ടർ ജനറൽ ഡോക്ടർ അമാൽ അൽ കുബൈസി വ്യക്തമാക്കി. യോഗ്യതയുള്ളവരും പരിശീലനം സിദ്ധിച്ചവരും മാത്രമായ സൂപ്പർവൈസർമാരെയാണ് ബസ്സുകളിൽ നിയമിച്ചിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണം. നിയമങ്ങൾ പാലിക്കൽ, കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തൽ എന്നീ കാര്യങ്ങളിൽ വിദ്യാലയങ്ങൾക്ക് വലിയ പങ്കാണ് നിർവഹിക്കാനുള്ളതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മീഡിയ 1, അബുദാബി. ഒമാനിലെ ഇബ്രി ഇന്ത്യൻ സ്കൂൾ 25ാം വാർഷികം ആഘോഷിക്കുന്നു. ഈ മാസം 5 മുതൽ 8 വരെയാണ് സിൽവർ ജൂബിലി ആഘോഷം. കാർണിവലും കലാമേളയും ഇതോടനുബന്ധിച്ച് നടക്കും. പരിപാടികൾ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി അലി അൽ കൽബാനി ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. ഇന്ത്യൻ അംബാസിഡർ JS മുകുൾ, ഇബ്രി ഗവർണർ ഷെയ്ഖ് സാലിഹ് ബിൻ ബിയാദ് അൽ റുവൈഹ്, BOD ചെയർമാൻ വിൽസൺ ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. ഇറാന്റെ ആണവ പദ്ധതികൾ സംബന്ധിച്ച കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് വൻശക്തി രാജ്യങ്ങളുമായുള്ള ചർച്ചയ്ക്ക് മസ്കറ്റ് വേദിയാകും. ഇതിനായി ഈ മാസം 9 US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി മസ്കറ്റിലെത്തും.
ഇറാന്റെ ആണവ പദ്ധതികൾ സംബന്ധിച്ച് വൻശക്തി രാജ്യങ്ങളുമായി കരാറുണ്ടാക്കാൻ നിശ്ചയിച്ച സമയപരിധി ഈ മാസം 24-ന് അവസാനിക്കാനിരിക്കെയാണ് മസ്കത്തിൽ 2 ദിവസം നീളുന്ന ചർച്ചയ്ക്ക് വേദിയൊരുങ്ങുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി ജവാദ് സാരിഫ്, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി കാതറിൻ ആഷ്ടൺ, US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി എന്നിവർ തമ്മിലാണ് ചർച്ച നടക്കുക. ഇതിനു മുന്നോടിയായി വൻശക്തി രാജ്യങ്ങളും ആഷ്ടണും തമ്മിൽ ഈ മാസം 7-ന് വിയന്നയിൽ ചർച്ച നടത്തുന്നുണ്ട്. ചൈനയടക്കമുള്ള അംഗരാജ്യങ്ങളുമായി ഇറാനും ആശയവിനിമയം നടത്തുകയാണ്. ഇതിനായി ജവാദ് സാരിഫ് കഴിഞ്ഞ ദിവസം ചൈനയിലെത്തിയിരുന്നു. മസ്കത്തിലെ ചർച്ചകൾക്ക് ശേഷം ഈ മാസം 18-ന് വിയന്നയിൽ വൻശക്തി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറാൻ പ്രതിനിധികളുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തും. സമയപരിധി അവസാനിക്കുകയാണെങ്കിലും സുപ്രധാന ഉപാധികളിൽ പോലും ഇറാനുമായി ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ വെട്ടിച്ചുരുക്കേണ്ട യുറേനിയം സമ്പുഷ്ടീകരണ യന്ത്രങ്ങളുടെ എണ്ണത്തിൽ പോലും ധാരണയിലെത്തിയിട്ടില്ലെന്നാണ് സൂചന. മീഡിയ 1, മസ്കത്ത്. നവംബറിൽ നടക്കാനിരിക്കുന്ന തുനീഷ്യയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി ലഭിച്ച ഒരേയൊരു സ്ത്രീ എന്ന നിലയിൽ ശ്രദ്ധ നേടുകയാണ് കാൽത്തോം കെനൗ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് കെനൗ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. മുൻ ജഡ്ജിയായ കാൽത്തോം കെനൗ ടുണീഷ്യൻ ജഡ്ജസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസം കെനൗവിന്റെ വാക്കുകളിൽ നിറയുന്നു. أحسن حاجة نجمو نبلغوها للعالم وهو وجود امرأة عربية مسلمة على رأس الجمهورية. സ്ത്രീകൾ മത്സരരംഗത്തേക്ക് വരുന്നത് നല്ല മാറ്റത്തിന്റെ തുടക്കമാണെന്നും ജനാധിപത്യത്തിന് ഇതേറെ ഗുണം ചെയ്യുമെന്നും ടുണീഷ്യൻ വിമൻസ് വോട്ടേഴ്സ് ലീഗ് ഡെപ്യൂട്ടി പ്രസിഡന്റ് തുർക്കിയ ബിൻ ഗാദർ പറയുന്നു. بالذات باش تقعد بدري رجع له خاطرها اسمها باش يبقى وبدري رجع له باش تقعد تناضل من خلال دراساتها من خلال التعليم من خلال هالمركز البحوث هذا من خلال معناها أنشطتها ويمكن إنها هي why not معناها ممكن. കെനൗ വിജയിക്കുകയാണെങ്കിൽ ടുണീഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു നാഴികക്കല്ലാകുമത്. സ്ത്രീയായി കെനൗ മാത്രമാണ് മത്സരരംഗത്തുള്ളതെങ്കിലും നിരവധി പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഗവേഷകയും അധ്യാപികയുമായ ബാദ്ര ഗലാൽ, എംന മൻസൂർ കരാവി ഉൾപ്പെടെയുള്ളവർ പത്രിക നൽകിയിരുന്നു. സ്ഥാനാർത്ഥിത്വത്തിന് ആവശ്യമായ 10,000 കയ്യൊപ്പുകൾ ശേഖരിക്കാനാകാത്തതിനാലാണ് ഗലാലിന് അവസരം നഷ്ടപ്പെട്ടത്. നവംബർ 23-നാണ് ടുണീഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടൂറിസം സ്ഥാപനമായ കൺട്രി ക്ലബിന്റെ ഒമാനിലെ ആദ്യ ഫിറ്റ്നസ് കേന്ദ്രം മസ്കത്തിൽ തുറന്നു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ 10 ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ കൂടി ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ചെയർമാൻ വൈ രാജീവ് റെഡ്ഡി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മസ്കത്തിലെ അസൈബയിൽ അൽമീറ ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്നാണ് കൺട്രി ക്ലബിന്റെ ഒമാനിലെ ആദ്യ ഫിറ്റ്നസ് കേന്ദ്രം തുറന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള വ്യായാമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ അംബാസഡർ JS മുകുൾ നിർവഹിച്ചു. ഒമാനിലേക്ക് കൂടുതൽ ഇന്ത്യൻ നിക്ഷേപം എത്തുന്നതിന്റെ ഉദാഹരണങ്ങളിലൊന്നാണ് സംരംഭമെന്ന് അംബാസഡർ പറഞ്ഞു. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റുമായി 24 വ്യായാമ കേന്ദ്രങ്ങളാണ് കൺട്രി ക്ലബിനുള്ളത്. 25ാമത് കേന്ദ്രം റിയാദിൽ തുറക്കുമെന്ന് ചെയർമാൻ വൈ രാജീവ് റെഡ്ഡി പറഞ്ഞു. Facilities maybe different parts of the world. We are looking at London as one major option, which in fact I have been visiting and I will be visiting in this month. ലോകമെമ്പാടുമായി 100 ഫിറ്റ്നസ് കേന്ദ്രങ്ങളാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എയറോബിക് പരിശീലനത്തിന്റെ പ്രകടനവും അരങ്ങേറി. മീഡിയ 1, മസ്കത്ത്.